മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നിധിയായിട്ടൊരു കാര്യം കൊണ്ടുവന്നു. പറങ്കി അണ്ടിയിൽ വാറ്റിയ ഒരു പ്രത്യേക തരം ചാരായം. എൻ്റെ മദറിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്ത ഒരു ലേഡിയാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആരും മദറിൽ അറിയാതെ നിങ്ങൾ മാനേജ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അതൊന്നും അറിയില്ല, കുഴപ്പമില്ല, ഫ്രണ്ടിലൊരു സൈഡ് റൂമുണ്ട്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുവന്നാണ്, പ്രസ്റ്റീജ് ഡ്രിങ്കുമാണ്. അതിങ്ങനെ കൊണ്ടുവന്ന് ശ്രീ സെവനാർട്സ് വിജയകുമാർ, വെരി ടാൾ ഹാൻസം പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അല്പ കോൺഫിഡൻസ് കൂടിയും തോന്നുന്നു. ഇങ്ങനെ ഒന്ന് കൈ വീശിയിട്ടിട്ട് അത് വീടിന്റെ മുറ്റത്ത് തന്നെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ അതൊക്കെ റിമൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മദറിൻ്റെ അകത്ത് നിന്ന് വന്നിട്ട്, കെമിസ്ട്രി അധ്യാപിക കൂടിയാണ്, ഇവിടെ സ്പിരിറ്റ് മണക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, സ്പിരിറ്റ് ഒന്നും ഇല്ല, തോന്നിയായിരിക്കുമല്ലോ. അല്ലല്ല, സ്പിരിറ്റിന്റെ സ്മെല്ല് എനിക്കറിയാം, ലാബിന്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, സ്പിരിറ്റിന്റെ സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും മദ്യമാണെന്നുള്ളത് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ ആ സീനിൽ റിയലായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ പലരും കരഞ്ഞുപോയി. കാരണം ഇത്രയും നല്ലൊരു ഡ്രിങ്ക് മിസ്സായതിൽ അവർക്ക് എല്ലാവർക്കും അന്ന് ഗ്ലിസറിൻ ഇടാതെ നമ്മുടെ കൂടെ ഉള്ളവർ കരയുന്നത് ഞാൻ കണ്ടു. ഏറ്റവും ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ജഗദീഷിനോട് പറയാം. ജഗദീഷ് ആരോടും പറയില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ എന്തോ കാര്യം പറയാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കൂടുതൽ പറയും. അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾക്കൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു, അതവിടെ വെച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് പോയപ്പോൾ ഇയാൾ തന്നെ പോയിട്ട് 2 ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അവിടുത്തെ മേശപ്പുറത്ത് വെച്ചു. അമ്മയൊന്നും അറിയില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പം അമ്മ ഇങ്ങനെ എന്തോ നടന്ന് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നു. ആര് 2 ഗ്ലാസ് ഇവിടെ വെച്ചിരിക്കണേ? എന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞു എന്നൊക്കെ പറയുന്നത് സത്യമാണ്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആരോടും പറയാൻ പാടില്ല എന്ന് പറയുന്ന രഹസ്യങ്ങളുണ്ടെങ്കിൽ ജഗദീഷിനോടും പിന്നെ മണിയമ്പിള്ള രാജുവിനോടും പറയാം. എന്തായാലും ആ സൗഹൃദം ഇന്നും നിൽക്കുന്നു.